നമസ്കാരം. ഞാൻ SMIM KCIM പാലാരൂപതയുടെ പ്രസിഡന്റ് അൻവിൻ സോണി, ഡയറക്ടർ ജനറൽ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി, ജനറൽ സെക്രട്ടറി റോബിൻ താന്നിമല, നമ്മുടെ ഓഫീസ് സെക്രട്ടറി ഡോൺ ജോസഫ് സോണി, ട്രഷറർ എഡ്വിൻ, നമ്മുടെ KCIM സിൻഡിക്കേറ്റർ ബിജോ ജോയ്. ആദ്യം തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോട് നന്ദി പറയുകയാണ്. നമ്മൾ തന്ന വാർത്തകളെല്ലാം കറക്റ്റായിട്ട് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലം അത്രയും വർഷം അത്രയും കൃത്യമായിട്ട് നമ്മുടെ വാർത്തകൾ ഇടുന്നുണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പാർക്കിൽ യൂത്ത് അസംബ്ലി നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ഈ മാസം ആഗസ്റ്റ് മാസം 31-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 2-ാം തീയതി വരെ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പാർക്കിൽ യൂത്ത് അസംബ്ലി നമ്മൾ നടത്തുന്നത്. നമ്മുടെ ആത്മീയ, സാമൂഹിക, ബൗദ്ധിക മേഖലകളിൽ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു നമ്മുടെ പാർക്കിൽ യൂത്ത് അസംബ്ലിയുടെ ലക്ഷ്യം. ആ ഒരു വിപ്ലവകരമായ ഒരു ഉണർവാണ് ഈ പാർക്കിൽ യൂത്ത് അസംബ്ലിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ 20 ഫൊറോണകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ ഒരു പാർക്കിൽ യൂത്ത് അസംബ്ലിയിൽ പങ്കെടുക്കുക. നമ്മുടെ അൽഫോൻസിയൻ പാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് അത് നടത്തപ്പെടുക. നമ്മുടെ ഞായറാഴ്ച 3 മണിയോടെ ആരംഭിക്കുന്ന പാർക്കിൽ യൂത്ത് അസംബ്ലി ചൊവ്വാഴ്ച സെപ്റ്റംബർ 2-ാം തീയതി 1 മണിയോടെയാണ് അവസാനിക്കുക. പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സഭ, സംഘടന, രാഷ്ട്രീയം, സംരംഭകത്വം, കുടുംബം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങൾ പാർക്കിൽ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പാർക്കിൽ യൂത്ത് അസംബ്ലിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടും. പാലാരൂപതയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പിതാവ് മാർ ജോസഫ് കളവങ്ങാട്ട് പിതാവ്, അതോടൊപ്പം മുഖ്യ വികാരി ജനറൽ ജോസഫ് തടത്തിലച്ചന്, അതുപോലെ തന്നെ മറ്റ് വികാരി ജനറൽമാരായിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ഫാദർ ജോസഫ് കണിയോടിക്കൽ, ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ, എല്ലാ വികാരി ജനറൽമാരും ഈ 3 ദിവസങ്ങളിലായിട്ട് വിവിധ സെഷനുകളിൽ പങ്കെടുക്കുകയും യുവജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്യും. അതോടൊപ്പം രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു പാനൽ ചർച്ച ആദ്യ ദിവസം നടത്തുന്നുണ്ട്. ആ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവര് നമ്മുടെ ശ്രീ ജിൻഡോ ജോണ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് റോണി മാത്യു, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവര് രാഷ്ട്രീയ പ്രമുഖരായിട്ട് പങ്കെടുക്കുന്നു. ആ പാനൽ ചർച്ച നയിക്കുന്ന അല്ലെങ്കിൽ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ന്യൂസ് 18-ലെ ശ്രീ ടോം കുര്യാക്കോസ് ആണ്. അതുപോലെ തന്നെ സഭാതലത്തിലുള്ള മറ്റ് യുവജന സംഘടനാ പ്രതിനിധികൾ ഒരു ദിവസം യുവജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതോടൊപ്പം രൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാർ ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ യുവജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമാണ്. അതോടൊപ്പം വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർക്കിൽ യൂത്ത് അസംബ്ലിയാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാവുന്ന പോലെ നമ്മുടെ രൂപത 75 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്ന ഈ അവസരത്തിൽ അഭിനന്ദ പിതാവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യൂത്തിനോട് സംവദിക്കുക എന്നുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ നമ്മൾ അതിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. അതിന് കുറച്ചുകൂടെ വിപുലീകരമായിട്ട് നമ്മുടെ രൂപത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുവജനങ്ങൾ 3 ദിവസം ഒരുമിച്ചിരുന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത്. സഭാപരമായും ആത്മീയമായും അതുപോലെ ഭൗതികമായിട്ട് ഇന്ന് യുവജനം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് നമ്മുടെ രൂപത കൂരിയേക്കും അതുപോലെ സിറോ മലബാർ സിനഡിനും സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പിതാവിൻ്റെ വലിയൊരു ആശയം എടുത്ത് നമ്മൾ അത് വികാരി ജനറലായ വേത്താനത്തച്ഛൻ്റെ നിർദ്ദേശങ്ങളോട് ചേർന്ന് അതുപോലെ തന്നെ മുഖ്യ വികാരി തലത്തച്ഛൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. ഈ 3 ദിവസവും യുവജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചർച്ചകളുടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യം കഴിഞ്ഞ വർഷം ഒരു സർവേ നടത്തി 22,000 യൂത്ത് അതിൽ പങ്കെടുത്തു. അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകുന്നവരെ കാണും. ആ 22,000 പേരിൽ ഒരു 80% ആൾക്കാർ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല, വോട്ടിങ് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് ഒരു ഇത് നടത്തിയായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ അത് ബോധവൽക്കരിക്കാൻ രാഷ്ട്രീയത്തിന്റെ നിർമ്മാണത്തിന് യുവജനങ്ങൾ മുൻപോട്ട് വരണം എന്ന ലക്ഷ്യങ്ങളാണ് ഇതിനകത്ത് വെക്കുന്നത്. അതുപോലെ സഭയുടെ മേഖലകളിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുവജനം ഒത്തിരി പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പുറത്ത് നമുക്ക് നമ്മുടെ വിവിധ രൂപതകളുണ്ട്. അവിടെയും അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂത്ത് അസംബ്ലി 3 ദിവസം നടത്തുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മെയിൻ കൺവീനർ നമ്മുടെ പ്രസിഡന്റിനോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോയിന്റ് സിസ്റ്റർമാർ നവീന CMC സിസ്റ്റർ, അതുപോലെ നിർമ്മല സിസ്റ്റർ, ഡോൺ ജോസഫ് ഈ നേതൃത്വത്തിലെ ജനറൽ സെക്രട്ടറി ഒക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ മൊത്തം യൂത്താണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ ഡയറക്ടർമാരെല്ലാം പുറകിൽ നിന്നാണ് ഇതിന് നിൽക്കുന്നത്. യൂത്ത് ഒരുമിച്ച് കൂടി നമ്മുടെ ആ ഒരു പ്രാതിനിധ്യം സഭയുടെ വലിയ ശക്തിയായ യൂത്ത് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ മുൻകാല ഫലവാഹികൾ ഉൾപ്പെടെ എല്ലാവരും
ഇതിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സമഗ്രമായി ഇതിൻ്റെ ഒരു ഫൈനൽ നമ്മുടെ രൂപത കൂരിക്കും സിറിനും സമർപ്പിച്ച് വരും കാലങ്ങളിൽ നമ്മുടെ യൂത്തിന് ഒരു നല്ല പ്രയോജനകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകും.